ആദ്യം തന്നെ നമ്മുടെ ചങ്ങാതിമാർക്കെല്ലാം ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടുക്കം മസാല ടീ റെസിപ്പി കേട്ടോ. ഇത് കാണുമ്പോൾ ചങ്ങാതിമാർ ചോദിക്കും, ചായ ഉണ്ടാക്കാൻ തന്നെ ഇത്ര വലിയ ആന സംഭവമാണ് എന്നെങ്കിൽ നമ്മൾ സാധാരണ ചായക്കടയിലൊക്കെ കിട്ടുന്ന ചായയുടെ ടേസ്റ്റ് അത് പറയാതിരിക്കാൻ പറ്റില്ല. അത് നമ്മുടെ വീട്ടിലെ ചായ കിട്ടുന്നുണ്ടോ എന്നെങ്കിൽ അതുപോലത്തെ കിടുക്കൻ ചായ നമ്മുടെ വീട്ടിലെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ള റെസിപ്പി കേട്ടോ. ഒന്നും നോക്കണ്ട, ദേ കണ്ണടച്ച് പിടിച്ചു, ദേ ഇതുപോലൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച ശേഷം ഈ മഴയുള്ള കാലത്ത് നമ്മുടെ പാർലജി ബിസ്ക്കറ്റുമായിട്ടൊരു പിടുത്തം പിടിക്കണം. അപ്പോൾ നേരെ നമ്മുടെ സ്ഥിരം കലാപരിപാടിയെ തീ പിടിപ്പിക്കൽ. ശേഷം ദേ ഇതുപോലൊരു സോസ് പാൻ വെക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കുക. ഒരു 250 ml വെള്ളം. ശേഷം ഇഞ്ചി, ഏലക്ക, പട്ട, ഗ്രാമ്പു പക്ഷേ ഇതിൻ്റെ അത് ഇട്ടില്ല. ഇത്ര സാധനം ഇട്ട് നല്ലോണം അങ്ങ് തിളപ്പിക്കുക. അപ്പോൾ വെള്ളത്തിലെ മസാല ടേസ്റ്റ് അങ്ങ് വരും. ശേഷം ദേ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുക. തേയിലപ്പൊടി ഇട്ട ശേഷം ഒത്തിരി വേവിക്കല്ലോ. ഒത്തിരി വേവിച്ച് കഴിഞ്ഞാൽ കയ്പുണ്ടാവും. അത് ആവശ്യത്തിനൊന്ന് ബോയിൽ ചെയ്തെടുക്കുക. ബോയിൽ ചെയ്ത ശേഷം ഇതുപോലെ ഈ രൂപത്തിലും ഭാഗത്തിലും കളറൊക്കെ ആയി കഴിയുമ്പോഴേക്ക് ഒന്നും നോക്കണ്ട, കണ്ണടച്ച് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ല. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഷെഫ് നിബു ദ ആൽക്കമിസ്റ്റ് എന്നുള്ള അതും കൂടെ ഇങ്ങ് സപ്പോർട്ട് ചെയ്യാൻ മതി. അതിൻ്റെ കൂടെ ദേ ഒരു 1/2 ലിറ്റർ പാല് ദേ ഒരു മറിക്കുക. ദേ ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് മറിക്കുക. അപ്പോഴേക്ക് ദേ ചായയുടെ കളറ് മാറിയതുണ്ടോ, ആ പാലും ഡിക്കേഷൻ കൂടെ വന്നപ്പോഴേക്കും ഒരു കളറായി. ഇനിയാണ് ഇതിൻ്റെ യഥാർത്ഥ സൂത്രപ്പണി നടക്കാൻ പോകുന്നത്. ഇനി ഇങ്ങനെ ഒരു ചെറിയൊരു ലാഡിൽ വെച്ച് ഇവനെങ്കിൽ നല്ലവണ്ണം മിക്സ് ചെയ്യുക. കാരണം ഈ ഡിക്കേഷനും ഈ മിൽക്കും കൂടെ ഒന്ന് മിക്സ് ആവണം. ഇത് മിക്സായിട്ട് ഒന്ന് ടൈറ്റായിട്ട് കിട്ടണം ഈ സംഭവം. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ചുവയും പാലിൻ്റെ ചുവയും ഏതെങ്കിലും ഒരു ചുവ ചായക്കുണ്ടാവും. നിങ്ങൾ പറയത്തില്ലേ ഇതിന് പാലും ചുവയാ അല്ല ഇതിന് വെള്ളം ചുവയാ. ഇതിനാവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാൻ മറക്കല്ല കേട്ടോ ആ സമയത്ത് കേട്ടോ. എന്നിട്ട് ഈ ചുവ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇവനെങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. തിളയ്ക്കുന്നവരെ നല്ലവണ്ണം ഇങ്ങനെ ടൈറ്റാക്കി ഇങ്ങ് എടുക്കുക. ശേഷം ദേ ഇതുപോലൊരു മഗ്ഗിലേക്ക് ഒരു മറിക്കുക. തിളച്ച ശേഷം കേട്ടോ, തിളച്ച ശേഷം ഇതുപോലൊരു മഗ്ഗിലേക്ക് മറിക്കുക. എന്നിട്ട് നേരെ തിരിച്ച് സോസ് പാനിലേക്ക് ഒരു മറിക്കുക കേട്ടോ. ഇതുപോലെ അടിച്ച് പതപ്പിച്ചങ്ങ് ഒഴിക്കുക. എന്നിട്ടൊന്ന് തിളപ്പിക്കുക. തിളച്ച ശേഷം വീണ്ടും മഗ്ഗിലേക്ക് ഒഴിക്കുക. എന്നിട്ട് പിന്നെയും ഇതേപോലെ തന്നെ സോസ് പാനിലേക്ക് നല്ല സ്ട്രോങ് ആയിട്ടങ്ങ് പതപ്പിച്ചങ്ങ് ഒഴിച്ചു. ഇതുപോലെ പതപ്പിച്ചൊഴിക്കുക. ഒഴിച്ച ശേഷം നല്ലവണ്ണം ഒന്നും കൂടെ തിളപ്പിക്കുക. തിളപ്പിച്ച ശേഷം അതേ കലാപരിപാടി തന്നെ മഗ്ഗിലേക്ക് ഒന്നും കൂടെ ഒഴിക്കുക. കാരണം ഇത് തിരിച്ച് തിളപ്പിക്കണം എന്ന് പറയാൻ കാരണം അല്ലെങ്കിൽ ചായക്ക് ചൂടുണ്ടാവില്ല. കാരണം പതപ്പിക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ചൂടില്ലെങ്കിൽ ചായ കുടിക്കാൻ സുഖം ഉണ്ടാവില്ല. ഇതുപോലെ തന്നെ പതപ്പിച്ചങ്ങ് ഒഴിക്കുക. അതിന് ശേഷം വീണ്ടും തിളപ്പിക്കുക. ഇപ്പം ചായ ഒന്ന് കുറുകി നല്ല സെറ്റായി വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ മഗ്ഗിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് വേറൊരു മഗ്ഗിലേക്ക് ഇത് അരിച്ചൊഴിക്കുക. ഇത് അരിച്ചൊഴിച്ച് കണ്ടോ, ഒഴിച്ച ശേഷം മട്ടക്കങ്ങ് മാറ്റിയ ശേഷം ഇവനെയാണ് ഇന്നൊന്ന് ടൈറ്റാക്കി എടുക്കണം. ഒന്നും കൂടെ ടൈറ്റാക്കാൻ വേണ്ടി ഇതുപോലെ മഗ്ഗിലങ്ങ് നല്ല വീശിങ്ങ് ഒഴിക്കുക. ചായ മീറ്റർ ചായയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇല്ലേ, അതുപോലെ തന്നെ അങ്ങ് വീശി അങ്ങ് ഒഴിച്ചു. ഇവനങ്ങ് നല്ല അടിച്ച് പതപ്പിക്കുക. അപ്പം നല്ലവണ്ണം ആ ഡിക്കേഷനും മിൽക്കും അങ്ങ് സെറ്റായി കിട്ടും. സെറ്റായി കിട്ടുമ്പോഴേക്കും നല്ല സ്മെല്ലും വരും കേട്ടോ. അപ്പം ചായയുടെ ഫ്ലേവേഴ്സ് അങ്ങ് മാറി വേറെ ലെവലിലാവും എൻ്റെ ചങ്ങാതി. ഇത് കണ്ടില്ലേ? എന്നിട്ട് ഇതുപോലൊരു ഗ്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു മഗ്ഗിലേക്കോ എന്താണ് നിങ്ങൾ ചായ കുടിക്കാൻ ഉപയോഗിക്കുന്നത് അതിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം അതെ. എന്നിട്ട് നമ്മുടെ പാർലിജി ബിസ്ക്കറ്റ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് കലക്കുക. കലക്കിയിട്ട് എൻ്റെ ചങ്ങാതി ഒരു പിടുത്തങ്ങ് പിടിക്കുക. വായിലേക്ക് വെച്ച് മലുത്തു പോവും. നല്ല മഴ പെയ്യുന്ന സമയത്ത് ഇതുപോലൊരു ചായയും ഇതുപോലൊരു പാർലിജി ബിസ്ക്കറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ചങ്ങാതി സംഭവം കിളി പോകുമെന്ന് പറഞ്ഞാൽ കിളി പറക്കും. ഒരു രക്ഷയുണ്ടായില്ല. ആ സമയത്ത് ഇത് ഓടിച്ചൊന്ന് ഒരു പാക്കറ്റ് പാല് മേടിച്ചിട്ട് ഉണ്ടാക്കിയ ശേഷം അഭിപ്രായം കമൻ്റായിട്ട് അങ്ങ് വാരി വിതറ എൻ്റെ ചങ്ങാതി. ഒരു രക്ഷയില്ല.